അനുസരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. പിന്നെ എന്റെ ഏട്ടങ്ങണാപ്പന്റെ സ്വഭാവം എന്നുള്ള എന്റേത്. അയാള് വെറുതെ കിടന്ന ചാടത്തേ ഉള്ളൂ. പെണ്ണുമ്പിള്ള കളഞ്ഞു കാണിച്ചാൽ മൂപ്പര് വാലി കിട്ടും. പക്ഷേ എന്റെ അടുത്ത് ഈ കരച്ചിലും പിഴിച്ചിലും ഒന്നും വില പോവില്ല. എന്നെങ്കിലും ആ ലൈനിൽ നീങ്ങിയാൽ അപ്പം ഡൈവോഴ്സാ. അതാണ് എന്റെ പോളിസി. ഇനി എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? ഉണ്ട്. നീ എന്റെ രണ്ടാമത്തെ ഭാര്യയായിരിക്കും. ഏയ്, എന്റെ ആദ്യത്തെ ഭാര്യ എന്റെ ഗിറ്റാറാ. എനിക്ക് പറയാനുള്ളത് മുഴുവനും ഞാൻ ഈ കത്തിൽ എഴുതിയിട്ടുണ്ട്. വരട്ടെ. ഇതാരുടെ എഴുത്ത്? രണ്ടാം ഭാര്യയായി ജീവിക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ടെന്നറിയില്ല, എനിക്കിഷ്ടമായി. എവിടുന്ന് കിട്ടി? എന്റെ ഭർത്താവിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന്. എന്റെ പോക്കറ്റിന്നോ? സത്യമായിട്ടും ഞാൻ എനിക്കൊന്നും അറിയില്ല. ഞാനിങ്ങൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇത് എഴുതിയ പെൺകുട്ടി? അയ്യോ, എന്റെ പൊന്നെ ചെന്നൈ, നീ എന്നൊന്ന് വിശ്വസിക്കേ. എനിക്കൊന്നും അറിയില്ല. പക്ഷെ എനിക്കറിയാം, ആരാണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. ഈ ഹാൻഡ് റൈറ്റിംഗിന്റെ ഉടമയെ എനിക്ക് നല്ല പരിചയമുണ്ട്. ചോദിക്കേണ്ടത് ഞാൻ അവളോട് ചോദിച്ചോളാം. ജനനി, ഈ ലെറ്റർ എഴുതിയത് നീയല്ലേ? നീയാണോ എഴുതിയത്? അതെ. എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് എങ്ങനെ രാമുവിനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞു? ഇഷ്ടപ്പെട്ടു പോയെന്നല്ലാതെ ഞാൻ എന്തു പറയാനാണ്? ആർ യു മാൻ? ലൈഫിനെ കുറിച്ച് ഇന്ന് വരെ സീരിയസ് ആയി ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത അവന്റെ കൂടെ നീ എങ്ങനെ ജീവിക്കും? അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചിട്ടില്ല. എനിക്കിഷ്ടമായി, അത്രയേ ഉള്ളൂ. ഫാസിനേഷൻ എന്നോ ക്രേസ്നെസ് എന്നോ എന്തു വേണോ നീ പറഞ്ഞോളൂ. അവന് ഭ്രാന്താണ് സിന്ധു. നിനക്ക് ഒരിക്കലും അവനെ കറക്റ്റ് ചെയ്യാനാവില്ല. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ഈ കത്തിലെഴുതി. ഒരു റിസ്ക് ആവാം, സാരമില്ല. ഇഷ്ടപ്പെട്ടു പോയില്ലേ? രാജകുമാരി തവളയെ പ്രേമിച്ചു, പിന്നെ അല്ലേ സിന്ധു രാമനാഥനെ. എടി മണ്ടി, പ്രേമത്തിന് കണ്ണിലെന്ന് കേട്ടിട്ടില്ലേ? പ്രേമിച്ചു പോയോ പിന്നെ ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ഒരു രക്ഷയില്ല. നമ്മൾ തന്നെ ഒരു എക്സാമ്പിൾ അല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല. ഞാൻ വരണ്ടു പോയത് കുരിശ് നീ എന്റെ തലക്കേറ്റ് വെച്ചോന്ന് പേടിച്ച അല്ല. ആ കത്ത് എന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടും നീ എന്താ എന്നെ സംശയിക്കാഞ്ഞു? എന്റെ അമ്മ പറയാറുണ്ട്, ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ സിന്ദൂരത്തിന്റെ തിളക്കത്തിന് കാരണം തന്നെ ഭർത്താവിലുള്ള വിശ്വാസമാണെന്ന്. പിന്നെ ഒരു പഴഞ്ചൻ ആത്തുകാരിയല്ല ഞാൻ. എനിക്കെന്റെ ഭർത്താവിനെ അറിയാം. എന്റെ കണക്കുകൂട്ടലുകൾ വീണ്ടും തെറ്റി. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോ കഥ അവിടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതിയതാ. നിങ്ങളുടെ ബന്ധത്തെ ഒരിക്കലും പിരിക്കാനാവാത്തൊരു ബന്ധനമായി ആ കുഞ്ഞ് വളരുമെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ അവളാണ് വലുത്, നീയാണ് വലുതെന്നുള്ള നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും താളപ്പിഴ ഉണ്ടാക്കും.
മോനുണർന്നോ? ഇല്ല. ഉണർന്നോടാ ചക്കരക്കുട്ട. അമ്മ ഇപ്പൊ വരാം കേട്ടോ. എന്തൊരു ഉറക്കാത്. നേരെ എത്രയെന്നറിയാമോ? ഓ വന്നോ? ഇറ്റ് വാസ് എ ഗ്രാൻഡ് ഫംഗ്ഷൻ. ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? സോ മെനി ഗ്രേറ്റ് പീപ്പിൾ. രുക്മിണി അരുണ്ടലിന്റെ സ്റ്റൈലാണ് എന്റെ എന്ന് ഒരാൾ പറഞ്ഞു. ആരാണെന്നറിയാമോ? ദ ഗ്രേറ്റ് ഡാൻസർ ഡോക്ടർ ജയ സുബ്രഹ്മണ്യം. ഇറ്റ് വാസ് എ റിയൽ കോംപ്ലിമെന്റ്. വിശ്വനെ പറ്റി അവർ കേട്ടിട്ടുണ്ട് പോലും. വിശ്വത്തിന്റെ കച്ചേരി ഒന്ന് തമിഴ്നാട്ടിൽ അറേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ ഹസ്ബൻഡ് ആയിരുന്നു പോലെ അവരുടെ ഉയർച്ചയ്ക്ക് മുഴുവൻ കാരണം. എന്താ പേര്? അറിയില്ല. ജോലി? ജോലി ആ അവരുടെ ഹസ്ബൻഡ്. അതാണ് അയാളുടെ അഡ്രസ്. നാണം കെട്ടവൻ. അയാളെ പോലെ നിന്നെ കെട്ടിയെന്നുള്ള ചണക്കാൻ എനിക്ക് നോക്കൂല. നടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ പിന്നെ മിസ്റ്റർ ജയക്ക് അയാളുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കാലത്തെ കാപ്പി വാങ്ങി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ എനിക്കുണ്ട്. എനിക്കിപ്പോ ഒരു കാപ്പി കുടിക്കണം. ഇപ്പൊ തരാം. ഞാനൊന്ന് കുളിച്ചോട്ടെ. കല്യാണത്തിന് അവരിവിടെ വന്ന് വിളിക്കാന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അവരിവിടെ വന്നിട്ട് നിന്റെ ഭർത്താവ് വാ തുറന്നാലേ എല്ലാം തീർന്നു. ഓരോ കള്ളങ്ങൾ പറഞ്ഞ് മാനം രക്ഷിക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. 5:30 മണിക്കാ റിസപ്ഷൻ. ചേട്ടനോടുകൂടെ ഒന്ന് പറയണ്ടേ? നീ പറഞ്ഞാ മതി. അത് വരാൻ പറ്റില്ലെന്ന് പറയുമായിരിക്കും. സന്തോഷം. ആ ഞാൻ വണ്ടി അയക്കാം. നീ മാത്രം വന്നാ മതി. ഏത് ജാനകി? എന്റെ ചിത്തിയുടെ മകളാ. കല്യാണം തിരുച്ചെന്തൂര് വെച്ചായിരുന്നു. ഇവിടെ കാർഡ് വന്നില്ലേ? ചിത്തി അച്ഛനും എല്ലാരും കൂടി വന്നിട്ടാ വിളിച്ചത്. വരും വരും എന്നും പറഞ്ഞ് ഇത്ര നേരം ഇവിടെ കാത്തിരുന്നു. കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴി കാറ് കേടായി. അതുകൊണ്ടാണ് താമസിച്ചത്. ഇത്രയും നേരം അവരിവിടെ ഇരുന്നപ്പോ എനിക്ക് തന്നെ സങ്കടം തോന്നി. അതുകൊണ്ട് ചേട്ടനെയും കൂട്ടിട്ട് വരാന്ന് ഞാൻ വാക്ക് കൊടുത്തു. പിന്നെ ഇരിക്കാന്ന് അവര് പറഞ്ഞതാ. ഞാൻ ചിത്തിയുടെ കൈയടിച്ച് സത്യം ചെയ്തിട്ടാ അവര് പോയത്. അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരണം. ഉം, വന്നില്ലെങ്കിൽ എന്റെ മേൽ നിനക്ക് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ലെന്ന് അവർ വിചാരിക്കും. ഉം, 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 ഉം. നിന്റെ ഇൻഫ്ലുവൻസ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ആ, ആ. ആ, അയ്യേ. ആ വാ മോളെ. ഇതുതാൻ ഞാൻ சொன்ன ജനനി, ഫേമസ് ഡാൻസർ. ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഹസ്ബൻഡാണോ? നീ വരുമോ ഇല്ലയോന്ന് ഞാൻ എനിക്ക് സംശയമായിരുന്നു. ഞാൻ പിന്നെ വരാതിരിക്കും. നമസ്കാരം. നമസ്കാരം ചേട്ടപ്പാ. നമസ്കാരം. ഏതായാലും കല്യാണത്തിന് വന്നില്ലെങ്കിലും ഇതെന്റെ ചിറ്റപ്പനാ. ആ വീട്ടിൽ വന്നിരുന്നല്ലേ? ഞാനില്ലായിരുന്നു. ആര്? ഞങ്ങള് വരണോന്ന് വിചാരിച്ചു, പക്ഷെ വരാൻ പറ്റിയില്ല. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ജനനി മാത്രമേ വരുള്ളൂ. ഏതായാലും ഞാൻ വന്ന് വിളിച്ചില്ലെങ്കിലും വന്നത് നന്നായി. നീ വരൂ. വാ. ജനനിയുടെ ഹസ്ബൻഡ് അല്ലേ? ഞങ്ങൾക്ക് ക്ലബിലേക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഈ മാസം ഫ്രീ ആയിരിക്കുമോ? എനിക്കറിയില്ല. എക്സ്ക്യൂസ് മീ, അവരോട് ചോദിച്ചു. വീരമണി,
സ്റ്റേഷനർക്ക് നിന്നാ ശാപ്രതക്ക് ഇടം കിടക്കാതെ. No, I don't think so. പോവാ. ആ, ജനനി, നിന്റെ കൂടെ ഫാൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിന്റെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കണം. വരൂ വരൂ. അങ്ങ് വന്നേര്, ഞാൻ വീട്ടിലുണ്ടാവും. നിന്റെ കുടുംബത്തിന്റെ പ്രൗഢി ഞാൻ കണ്ടു. ഒരു അരിസ്ട്രോക്രാറ്റിക് സോഫിസ്റ്റിക്കേറ്റഡ് ക്രൗഡ്. അത് കാണിക്കാനല്ലേ കള്ളം പറഞ്ഞു കൊണ്ടുപോയത്. പക്ഷെ മര്യാദയൊന്നുമില്ല. ഓ, ഹൈ സൊസൈറ്റിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. വിശ്വം, ഞാൻ കാലകടച്ചിലാണ് വേണ്ടത്. നിന്റെ അത്രയും കുടുംബമഹിമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. വിരോധം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാമായിരുന്നല്ലോ. വിളിച്ചോണ്ട് പോയി അവമാനിക്കാമായിരുന്നോ? അച്ഛനും മോളും കൂടെ കള്ളം പറഞ്ഞു തുടങ്ങിയ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? പ്ലീസ് വിശ്വം, എന്തിനാണ് എപ്പോഴും അച്ഛൻ്റെ കാര്യം പറയുന്നത്? ചെയ്ത കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, വിശ്വം വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞത്. ക്ഷണിക്കാൻ എല്ലാരും വന്നിരുന്നുവെന്ന്. എന്തായാലും നിറഞ്ഞു. പോരാത്തിന് നിന്റെ ആ പീറ സ്വാമി ഉണ്ടല്ലോ, റിട്ടയർഡ് DIG, നിന്റെ ചിത്തപ്പ, അയാളെന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ വിളിക്കാൻ മറന്നുപോയല്ലോ. എന്നാലും താൻ വന്നത് നന്നായി എന്ന് മുള്ളോടി. വിശ്വം, വെരി സോറി. എന്ത് സോറി? നിനക്ക് ആട്ടവും പാട്ടും ഫോട്ടോയും ഓട്ടോഗ്രാഫും ആയിട്ട് നടന്നാൽ മതിയല്ലോ. ഭർത്താവിന്റെ വിലയെ കുറിച്ച് ഒന്നും അറിയണ്ട. ഓ, അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് വില? വിശ്വം, സ്ത്രീകളെ പോലെ സംസാരിക്കരുത്. ഒരു തെറ്റ് പറ്റിപ്പോയി. എങ്ങനെ വേണമെങ്കിലും ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറുമാണ്. ഞാനൊരു കാര്യം പറയാം. ബ്രാഹ്മണ സ്ത്രീ ഭർത്താവിനെ സ്വീകരിക്കാൻ മഞ്ഞളും ചുണ്ണാമ്പുമായി നിൽക്കണമെന്ന് പറയാറുണ്ട്. രാത്രി മുഴുവൻ പാടിത്തളർന്ന് മൈലുകൾ യാത്ര ചെയ്ത് വരുമ്പോ ചുണ്ണാമ്പും മഞ്ഞളും മൈലാഞ്ചിയൊന്നും ഇല്ലെങ്കിലും ചിരിക്കുന്ന മുഖവുമായി വാതിൽ തുറന്നു തരുന്ന ഒരു ഭാര്യയുടെ ചിത്രം എന്റെ മനസ്സിൽ പണ്ടേ ഉണ്ട്. നിന്റെ മുഖഛായയായിരുന്നു ആ ചിത്രത്തിൽ. ഒരു നർത്തകിയാകാനുള്ള നിന്റെ ശ്രമത്തിനിടയ്ക്ക് ഒരമ്മയാകാനും ഭാര്യയാകാനും നീ മറന്നുപോകും. ആ മറവി ചിലപ്പോൾ നമ്മെ തന്നെ പിരിച്ചേക്കാം. അതുകൊണ്ട് ബുക്ക് ചെയ്ത പ്രോഗ്രാംസ് എല്ലാം ക്യാൻസൽ ചെയ്യണം. നാളെ മുതൽ നൃത്തം ചെയ്യണ്ട, അത്ര തന്നെ. ഞാനൊരല്പം ഡാൻസ് ചെയ്തതിന് എന്താ തെറ്റ്? തെറ്റും ശരിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാ മതി.
മോനെവിടെ? ഉറങ്ങുന്നു. അപ്പൊ അവൻ കിടന്ന് ഉറങ്ങുമ്പോഴാണ് നിന്റെ ഈ ബഹളം അല്ലേ? എന്റെ മോനല്ലേ, ചിലങ്കയുടെ ശബ്ദം അവന് ഇഷ്ടമായുള്ളൂ. എനിക്കിഷ്ടമില്ലാത്ത ഒരു ശബ്ദവും അവനും ഇഷ്ടമല്ല. കിടാവ് കുത്താടിയെ കാണാൻ രസമുണ്ട്, കന്നു കുത്താടിയാലോ? ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നീ തുള്ളി ഉണ്ടാക്കുന്നതും നിന്റെ തന്ത ഉണ്ടാക്കിയതും ഒന്നും എനിക്ക് വേണ്ട. സുഖമായി ജീവിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്റെ നാവ് തടന്ന് ഞാൻ എവിടെയെങ്കിലും കിടക്കുമ്പോ ഞാൻ പറയാം തുള്ളാൻ, അപ്പൊ തുള്ളിയാ മതി. ഐ വാണ്ട് എ വൈഫ് ഇൻ ദിസ് ഹൗസ്, നോട്ട് എ ഡാൻസർ. ഒരിക്കൽ ഞാൻ നിന്നോടൊരു ഉപകാരം ആവശ്യപ്പെട്ടു, നീ ചെയ്തില്ല. ഇതെന്റെ അവസാനത്തെ അപേക്ഷയാണ്, നീ എനിക്ക് വേണ്ടി ചെയ്യണം. എന്നാ வைத்தி பேசுற நீ? மருமகன் இன்னைக்கு சங்கீத ரத்னமாகுക, നാളേക്ക് സംഗീത ശ്രീ ആകുക, മകൾ നാട്യശ്രീ ആകുക. ഇതെല്ലാം ഉன்னை போன்ற ഒരു സംഗീതജ്ഞനുക്ക് സന്തോഷം തരக்கூடிய സംഗതി താനേ. എല്ലാം പറഞ്ഞോണ്ട് നീ ഇത് പറയരുത്. ഇപ്പൊ തന്നെ അവന്റെ അഹങ്കാരം സഹിക്കുക ചെയ്യാനായിട്ടുണ്ട്. അവൻ സംഗീതത്തിൽ വരാൻ പാടില്ല, നീ എതിർക്കണം. എന്നാ പ്രയോജനം? ഞാൻ എതിർത്താലും സംഗീതത്തെ പറ്റി തെളിഞ്ഞവൻ അവനെ പൂളത്തം ചെയ്യും. എന്നാലും നീ എതിർത്താലും അത് നടക്കില്ല. അല്പം മധുരം കഴിച്ച് നമുക്ക് പിണക്കം നിർത്തൂടെ? എനിക്ക് പിണക്കമൊന്നുമില്ല. എന്നാലൊന്ന് ചിരിക്കും നോക്കട്ടെ. എന്താ പതിവില്ലാത്തൊരു സന്തോഷം? നീ ആദ്യം മധുരം കഴിക്കേ. കൊച്ചു വിഷു ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവന്റെ വാലിൽ ലേശം മധുരം വെച്ചോളൂ. അവനല്ലേ നമ്മുടെ ലക്ക്. കാര്യം പറയൂ വിശ്വ, വെറുതെ ബ്ലഡ് പ്രഷർ കൂട്ടാതെ. അതെ, പുറത്ത് 2 VIPs വന്ന് നിൽക്കുന്നു. അവര് പറയും വാ. ജനനിക്ക് എന്റെ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് അറിയില്ലെന്ന് ഒന്ന് പറഞ്ഞു കൊടുമണി. ஐயோ கடவுளை தெரியாதா? வாத்தியார சங்கீத ரத்னமா செலக்ட் பண்ணியாச்சு. புருஷு, ഭർത്താവ് സംഗീതത്തിലും ഭാര്യ നാട്യത്തിലും പടിപടിയായി ഉയർന്ന് സംഗീതശ്രീയും നാട്യശ്രീയുമാവുക. ഉലകത്തിൽ എത്ര പേർ കണ്ട മാതിരി. വാദ്യാരുടെ കാര്യത്തിൽ ഇത് നടക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും അല്ലേ പുരുഷോത്തമ? അപ്പുറം ഇന്നൊരു വിഷയം ഉണ്ടേ, ഇവനുക്ക് നല്ല മരപ്പെട്ട് ഇറച്ചിയും പരുന്തും മുട്ടയും കൊടുത്ത് ഇവനെയും ഒരു ഭാരതശ്രീയായി മാറ്റണം. സാമ്പാറെ, നിന്നെ പോലെ കമ്പിയമ്മ കമ്പിട്ട് ഉറക്കുന്ന പണിയല്ല എന്റേത്. എടാ, ചോര നീരാക്കിയ താളം പിടിക്കുന്നത്. അതിനല്പം കട്ടിയായിട്ട് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചാൽ കുറച്ച് തടി ഉണ്ടായിരുന്നു വരും. അതിന് അസൂയപ്പെടുന്നത് അജീർണം വരാമ പാത്തുക്കോ. അതാ നിന്റെ കണ്ടിട്ട് പിത്തത്തിനെ പോലെ ഇരിക്കുന്നത്. ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കരുത്. വെറുതെ വഴക്കിടണ്ട, ഞാൻ പോയി കാപ്പി എടുത്തിട്ട് വരാം. അവിടെ നല്ല ഇങ്ങോട്ട് കൊണ്ടുവരും. കാപ്പി കുടിക്കാനല്ല വന്നത്, ഒരു കാര്യം അറിയാനാണ്. ചിന്നസ്വാമിയോട് പ്രോഗ്രാം ഞാൻ ക്യാൻസൽ ചെയ്യാൻ നീ പറഞ്ഞു. കാരണം വിശ്വത്തിന് ഇഷ്ടമല്ല ഞാൻ നൃത്തം ചെയ്യുന്നത്. നിന്റെ വിഷയത്തിന് എന്നെ തീരെ ഇഷ്ടമല്ല. നാളെ എനിക്ക് ഇത്തിരി വിഷം നിന്ന് കൊല്ലാൻ പറയാൻ നീ കൊല്ലുമോ? അച്ഛൻ, നീ കൊല്ലും. നിന്നേക്കാളധികം നീ സ്നേഹിച്ചിരുന്ന നൃത്തത്തെ അയാളുടെ വാക്കിട്ട് കൊല്ലാൻ തയ്യാറായ നീ അതുപോലെ അപ്പുറവും ചെയ്യും. അച്ഛനൊന്നും മനസ്സിലാക്കാതെ തന്നെ സംസാരിക്കുന്നത്. വിശ്വത്തിന് സംഗീതരത്ന പദം കിട്ടി. ഈ പ്രായത്തിൽ മറ്റൊരാൾക്ക് ഇതിനു മുൻപ് കിട്ടിയിട്ടില്ലെന്ന് അച്ഛനറിയാലോ. ആ നിലയ്ക്ക് ഒരു 5-6 വർഷത്തിനുള്ളിൽ വിശ്വ ഒരു സംഗീതശ്രീ പദം നേടിക്കൂടുന്നില്ലല്ലോ. വിശ്വത്തിന് ഉയർച്ച ഉണ്ടാവുന്നതാണ് എനിക്കിഷ്ടം. വിശ്വത്തിന്റെ ഉയർച്ച അത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതാണ്. നിനക്കറിയാമോ, നിന്റെ ഭർത്താവ് തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന സംഗീതരത്നത്തിന് വില കൊടുത്തത് ഞാനാ. മരുമകന്റെ സ്റ്റാറ്റസ് ഒന്ന് ഉയർത്തിയാൽ നാളെക്കാരില്ല തലപൊക്കി നടക്കാമല്ലോ എന്ന് കരുതി, അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ സംഗീതത്തിന് പ്രാഗൽഭ്യം കൊണ്ടൊന്നുമല്ല. ഉണ്ടാക്കി തന്ന സ്റ്റാറ്റസിന് നന്ദി. മാമനാരോട് മരുമകന്റെ ആദ്യത്തെ റിക്വസ്റ്റ് ആണ്, ഒരു നിമിഷം എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കണം. ഈ രത്നവും പൗഴവും ഒക്കെ വേണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ പുറകെ നടന്നിട്ടില്ല. ഒരു കലാകാരൻ എന്ത് നേടിയാലും അതവന്റെ സ്വന്തം തപസ് കൊണ്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഒരു കലാകാരന്റെ കരിയർ ഒരു കരിയർ ബിൽഡപ്പല്ല. അങ്ങനെ ബിൽഡപ്പ് ചെയ്യാനും സ്ഥാനമാനങ്ങൾ നേടിക്കൊടുക്കാനും ആരും ബുദ്ധിമുട്ടുകയും വേണ്ട. ആരുടെയെങ്കിലും ഔദാര്യം കൊണ്ട് കിട്ടുന്ന അന്തസ്സും പൊക്കിപ്പിടിച്ച് അത് കൊട്ടിക്കോടിച്ച് നടക്കാൻ അത്രയ്ക്ക് തരം താഴ്ന്ന ചീപ്പ് റാസ്കലല്ല വിശ്വനാഥൻ. നായ കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ളൂ എന്ന് ഞാൻ മറന്നുപോയി. Yes, I do admit that I'm a dog when you compare me with your filthy status. But this dog has a better standard and culture than a conservative brute like you. വിശ്വം, Shut up! ഇതൊരു ഭാര്യയുടെയും ഭർത്താവിന്റെയും മാമനാരുടെയും മരുമകന്റെയും പ്രശ്നമല്ല. He was insulting me. I don't let anybody to hurt my ego. ദാ, ഇന്ത്യൻ മ്യൂസിക് അക്കാദമി പ്രസിഡന്റിലെ കത്താണത്. നിങ്ങൾ വാങ്ങിച്ചു തന്ന രത്നം എനിക്ക് ആവശ്യമില്ലെന്ന് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തവരായി തന്നെ കൊടുത്തേക്കും. പിന്നൊരു കാര്യം,
സംഗീതരത്നം രാഗം വൈദ്യനാഥന്റെ സ്റ്റാറ്റസിന് പറ്റാത്ത ഒരുത്തന്റെ കൂടെയാണ് അദ്ദേഹത്തിന്റെ മകൾ താമസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകളെ കാണണമെന്ന് തോന്നുമ്പോ ഒന്ന് ഫോൺ ചെയ്താൽ മതി. അന്തത്തിന് ചേർന്ന് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് അവിടെ കാണാം, സംസാരിക്കാം. ബട്ട് ഡോണ്ട് കം ടു ദിസ് ഹൗസ് എനിമോർ. ഇത് കുറച്ച് ക്രൂരമായി പോയി വിശ്വ. ഞാൻ ചെയ്തതോ നിന്റെ തന്ത ചെയ്തോ?